വെൽക്കം ബാക്ക് ടു വിനോസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലോട്ടായിക്കൊണ്ടിരിക്കുക കുഞ്ഞുങ്ങളെ. അതിൻ്റെ ലാസ്റ്റ് പേജിൽ നമുക്കൊരു 7 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. 7 പേജ് നമ്പർ 18 കണ്ടോ, നിങ്ങളുടെ ടെസ്റ്റ് എടുക്കണേ. ഒരു 7 ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. എക്സസൈസ് ആണ്. അതിൽ ഒന്നാമത്തെ നോക്കണേ, എളുപ്പമുള്ളൊരു കണക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ഓഫ് ദ 2 സ്മാളർ ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. അതായത് ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം, ഒരു മട്ടത്രികോണമാണ് എന്താന്ന് ഞാൻ പറയാം, അതിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രിയാണ്. അതിൻ്റെ കോണുകൾ 3 നമ്മൾ കണക്കാക്കണം. നമുക്കറിയാം എന്താ കുഞ്ഞുങ്ങളെ ഈ നിങ്ങൾ ചോദ്യം ഓക്കെ ആണേ. ഞാൻ ഇനിയും മേപ്പോട്ട് ആക്കുമ്പോൾ ചോദ്യം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം മലയാളവും ഇംഗ്ലീഷും എഴുതിയോണ്ട് നിങ്ങൾക്ക് എളുപ്പമല്ലേ. എന്താണ് ഈ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശം ഇങ്ങനെ കണ്ടോ, ഈ ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം എന്ന് പറയുന്നത്. ഇനി ഇത് ഇങ്ങോട്ട് മാത്രമേ ഇരിക്കുമോ ഇല്ലയോ, അങ്ങനെ ഒരു സംശയം. അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു വശം കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും ഇരിക്കാം കണ്ടോ, അത് തിരിഞ്ഞ് ഇങ്ങോട്ടും ഇരിക്കാം. കാരണം എന്താ പറയുക, ഈ വശം, ഈ ഏതെങ്കിലും ഒരു വശം കണ്ടോ, ഈ ഒരു വശം കണ്ടോ, ഇവിടെ ഒരു കട്ട കൊടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 90 ഡിഗ്രിയാണ് കണ്ടോ, അതിൻ്റെ അർത്ഥം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു വശം നമുക്ക് എന്താ 90 ഡിഗ്രിയാണ്. മനസ്സിലാക്കണേ നിങ്ങളെ. ആ മട്ടത്രികോണം എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം, ഒരു വശം 90 ഡിഗ്രി അത് ഞങ്ങൾക്കറിയാം അല്ലേ. അപ്പം ഈ വശവും എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിടികിട്ടിയോ? ഈ 2 വശങ്ങൾ, ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളാ? 3 വശങ്ങളാണ്. 3 സൈഡാണ്. ഓർത്തോണേ, ട്രയാങ്കിൾ ആണ്, 3 സൈഡാണ്, 3 വശങ്ങളാണ്. ഇനി മട്ടത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശം എത്ര കുഞ്ഞുങ്ങളെ? 90 അല്ലെങ്കിൽ 90 അപ്പം മറ്റ് വശങ്ങൾ എത്ര? അതായത് ഒരു ത്രികോണത്തിൻ്റെ മൊത്തം മെഷർ എത്ര കുഞ്ഞുങ്ങളെ? ഒരു ത്രികോണത്തിൻ്റെ മൊത്തം മെഷർ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ് അല്ലേ. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ അല്ലേ, ഈ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ, 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം അല്ലേ. പക്ഷേ ഇതെത്ര നമുക്കറിയത്തില്ല. ഇത് 90 ഒന്നുകിൽ ഇത് 50 ആകാം അല്ലേ, എന്നിട്ട് ഇത് 40 ആകാം. അപ്പം 50ഉം 40ഉം 90, 90ഉം 90 180 വരത്തില്ലയോ. പക്ഷെ നമുക്കറിയത്തില്ല അതാണോന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് 60, ഇത് 30 ആവാം. അപ്പം എന്താ 60, 30, 90, അന്നേരം ഈ 90 180. മനസ്സിലായോ? അത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമുക്കിതിന് എക്സ് എന്നും വൈ എന്നും 2 എണ്ണം ഉണ്ട്. ഇത് എക്സ് ആയെന്നോ ഇത് വൈ ആണെന്നോ മേടിക്കണ്ട, 2 എണ്ണം ഉണ്ട് എന്ന് കാണിക്കാൻ. എന്ന് വെച്ചാൽ ഇനി നമ്മൾ 2 ആംഗിള് കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിന് 2 പേര് കൊടുക്കാം. എക്സ് എന്നും വൈ എന്നും 2 പേരും കൊടുക്കാം. ഇപ്പം പിടികിട്ടിയോ നിങ്ങളെ? ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് മട്ടത്രികോണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇതിന് ആംഗിൾ വന്നിട്ടില്ലല്ലോ. മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? അത് 90 ഡിഗ്രി, ഒരു വശം 90 ഡിഗ്രി ഉള്ളതിനെയാണ് അങ്ങനെ പറയുന്നത്. മറ്റ് 2 വശങ്ങൾ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഇവിടെ കൊടുക്കണം അല്ലേ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലാക്കണേ നിങ്ങൾ. അപ്പോൾ ഒരു സൈഡ് നമുക്കുണ്ട്, അത് മനസ്സിലാക്കണേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതുമെന്നാണ്. അതായത് നോക്കി, ഇവിടെ എക്സ് എന്നും വൈ എന്നും 90 എന്നും നമുക്ക് കിട്ടി. അതിന് സംശയം വല്ലതും ഉണ്ടോ? എന്ത് പേര് വേണമെങ്കിലും കൊടുത്തോ. ഇനി എ എന്നോ ബി എന്നോ കേട്ടോ, എച്ച് എന്നോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോ. നമ്മൾ സാധാരണ ആൽജിബ്രയിൽ എന്താണ് ബീജഗണിതം ഉപയോഗിച്ച് എക്സും വൈയും ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മൾ ആ ഇൻറ്റീരിയർ ആംഗിളോ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും എക്സ് എന്നും വൈ എന്നും പിന്നെ അടുത്തതിന് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് 90 അല്ലേ. ഈ 3 എണ്ണവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണമെന്ന് നമുക്കറിയാം. എത്ര? 180 അല്ലെ 180 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അത് നമുക്കറിയാം. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ 3 കോണും കൂടെ 3 വശം കൂടെ കൂട്ടുമ്പോൾ 180 വരണം. ഇനി നോക്കി, എക്സ് പ്ലസ് വൈ പ്ലസ് 90 ഈസിക്കൽ ടു 180 ആണെങ്കിൽ നമുക്ക് എഴുതാം എന്താ നിങ്ങൾ? എക്സ് പ്ലസ് വൈ, കാരണം വേരിയബിൾ 2 ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞ് കിടക്കുന്നതിനെ ഫസ്റ്റ് എഴുതുക. ഇനി നോക്കിയേ, പ്ലസ് 90 ഇപ്പുറത്ത് വരുമ്പം മൈനസ് 90. പ്ലസ് 90നെ ഈക്വലിന് അപ്പുറത്ത് പൊക്കിയെടുത്തപ്പോൾ സൈൻ മാറി -90. അപ്പോൾ എത്ര വന്നു? എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 180 90 പോയാൽ 90 കിട്ടി. അതായത് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 90. എക്സും വൈയൂടെ കൂട്ടുമ്പോൾ നമുക്ക് 90 വരണം. ഇപ്പം പിടികിട്ടിയോ? അപ്പം നമുക്കതന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ തുടക്കം മുതൽ നോക്കിയോ, നമ്മൾ ഇക്വേഷനിൽ പെയർ ഓഫ് ഇക്വേഷൻ എന്നാണ് പാഠത്തിൻ്റെ പേര് തന്നെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് അതങ്ങ് എഴുതാം അല്ലേ. കാരണം എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം? 90 വരണം. അത് ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് അങ്ങ് മാറ്റാം കേട്ടോ.
ഓക്കെ. അതിന് മുമ്പേ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഹിൻറ്റും കൂടെ തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ദ ഡിഫറൻസ് ഓഫ് ദ ടു സ്മാളർ ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് അല്ലേ കുഞ്ഞിലെ? അതായത് ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം. അവിടെ അങ്ങനെ ഒരെണ്ണം പറയുന്നുണ്ട് അല്ലേ? ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോൺ, ഇപ്പം നമ്മൾ കണ്ടില്ല എക്സും വൈയും, അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കാനാണ്. അപ്പം നമുക്ക് അത് വേണേൽ ഫസ്റ്റ് എഴുതാം അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിലെ ചെറിയ രണ്ട് വശം, വലുത് നമ്മൾ 90 ആണെന്ന് നമുക്കറിയാം, ചെറിയ രണ്ട് വശമാണ് എക്സും വൈയും. അവ തങ്ങളിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് കേൾക്കുമ്പോഴേ എക്സ് മൈനസ് ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. സമ്മോ അഡീഷനോ അല്ലേ അങ്ങനെ വല്ലതും ആണെങ്കിൽ അവിടെ പ്ലസും വരും. ഇവിടെ നമുക്ക് ഡിഫറൻസ് അല്ലെ വ്യത്യാസമായതുകൊണ്ട് മൈനസ് ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 20 ഡിഗ്രി എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. അപ്പം അത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനും ഇതിനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനുമായിട്ടും എഴുതാം. നമുക്ക് 2 ഇക്വേഷൻ വേണം, അത്രേ ഉള്ളൂ. നമ്മുടെ പാഠത്തിൻ്റെ പേര് പെയർ ഓഫ് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് 2 ഇക്വേഷനിലോട്ട് മാറ്റണം. അപ്പം പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് അതിനകത്ത് നോക്കിയേ, ആദ്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊരു മട്ടത്രികോണം വരയ്ക്കുക. മനസ്സിലായോ? മട്ടത്രികോണത്തിൻ്റെ ചെറിയ മട്ടത്രികോണം എന്ന് വെച്ചാൽ ഒരു വശം 90 ആണ്. അപ്പോൾ ബാക്കിയുള്ള 2 വശങ്ങളാണ് ഈ ചെറിയ കോണെന്ന് ഉദ്ദേശിക്കുന്നത്, സ്മാളർ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നമുക്ക് 20 ഡിഗ്രി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എഴുതി. അപ്പോൾ അത് ഒന്നാമത്തെ ഇക്വേഷനായി. എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 20 എന്നുള്ളത് ഒന്നാമത്തെ ഇക്വേഷനായി. പിന്നെ രണ്ടാമത്തെ ഇനി ഒരു ഇക്വേഷൻ കൂടെ വേണമല്ലോ. അപ്പം നമ്മൾ എഴുതുക, ഈ 3 ആംഗിളൂടെ കൂട്ടുമ്പോൾ 180 വരണം. അപ്പം നമ്മൾ ചെയ്തപ്പോൾ എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 2 കിട്ടി. സംശയമുണ്ടോ? അപ്പോൾ 2 ഇക്വേഷനും കിട്ടിയല്ലോ. അപ്പം നമുക്ക് ചെയ്യാമല്ലോ ഇല്ലയോ? 2 ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 20 എന്നാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 90 എന്നുമാണ്. കണ്ടോ? മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. നോക്കിയേ, ഇതൊന്ന് കൂട്ടിക്കേ. എക്സും 2x. ഒരു സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ 0. അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. 90ഉം 20ഉം 110. അപ്പം നോക്കൂ നിങ്ങളെ, 2x ഈസിക്കൽ ടു 110 ആണെങ്കിൽ അല്ലേ, ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പം എക്സ് ഈസിക്കൽ ടു 110 ഡിവൈഡ് 2 ഈസിക്കൽ ടു 55. ഒരു വശം കിട്ടി, എക്സ് കിട്ടി കേട്ടോ. എക്സ് കിട്ടി. സംശയമുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പം നമുക്കിതിനെ ഫസ്റ്റ് ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റാം അല്ലെ? ഏതെങ്കിലും നോക്കിയേ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇതാണെങ്കിലും കുഴപ്പമില്ല. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ആണെങ്കിൽ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 55. അപ്പോൾ 55 പ്ലസ് വൈ ഈസിക്കൽ ടു 90 ആണെങ്കിൽ വൈ ഈസിക്കൽ ടു 90 മൈനസ് 55. വൈ ഈസിക്കൽ ടു 90 55 പോയാൽ 35. അപ്പോൾ എക്സും കിട്ടി. നോക്കിയേ, എക്സും കിട്ടി, വൈയും കിട്ടി. നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ട് വരും, ഇവിടെ കൂട്ടുവാണോ കുറയ്ക്കുവാണോ എന്നുള്ളത് അല്ലേ? അങ്ങനെ ഒരു ഡൗട്ട് വന്നു. ഇനിയിപ്പോൾ കുറച്ചെന്ന് വെച്ചോ കുഞ്ഞുങ്ങളെ, ഞാൻ പറയാം. ഇപ്പം നമ്മൾ അത് ഡൗട്ടുള്ളവരെന്ന് നോക്കിക്കോ. ഇവിടെ ഇതുവരെ ചിലത് കണക്കിലെല്ലാം നമ്മൾ കൂട്ടുവാണല്ലോ, ചിലതിൽ എങ്ങനെയാണ് കുറയ്ക്കുകയെന്ന്. ഇപ്പോൾ എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 20 അല്ലേ? എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു എത്ര? 90 ആണ് അല്ലേ? നമ്മൾ നോർമലി ചെയ്യുന്ന രീതി വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കിയാൽ നമ്മൾ സാധാരണ ഇപ്പോൾ കുറച്ചൊന്ന് വെച്ചോ, കുറയ്ക്കുവാന്ന് വെച്ചോ. കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? ഇവിടെ എക്സും 2x ആണ് അല്ലേ? ഇത് ഡിഫറൻറ്റ് സൈൻ വന്നപ്പോൾ നമ്മൾ 0 ആയി. ഈസിക്കൽ ടു 90 നിന്ന് 20 പോയാൽ എത്ര? 7 2 7 8 9 ഓക്കെ 70. കണ്ടോ? 70 കിട്ടി. മനസ്സിലായോ? അപ്പം 2x ഈസിക്കൽ ടു 70 ആണെങ്കിൽ എക്സ് ഈസിക്കൽ ടു 70/2 ഈസിക്കൽ ടു 35 വന്നു. മനസ്സിലായോ? 35 കിട്ടി. അപ്പോൾ ഒരു സൈഡ് കിട്ടി എക്സ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ ഏതെങ്കിലും ഒരു പേര് വെച്ച് കൊടുക്കുക. മനസ്സിലായോ? ചിലപ്പം ഇത് നിങ്ങൾക്ക് കൂട്ടാനാണോ കുറയ്ക്കാനാണോ എന്നൊരു ഡൗട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനിത് എഴുതിയത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വശം കിട്ടും കുഞ്ഞുങ്ങളെ, എക്സോ വൈയോ കേട്ടോ. എക്സ് ആയിട്ടാണ് ഇത് എടുക്കുന്നെങ്കിൽ അടുത്ത നമ്മൾ എന്താ ഇപ്പോൾ 35 കിട്ടി അല്ലേ? ഈ ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റണത് എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 90 ആണെങ്കിൽ എക്സ് എത്ര ആണ്? എക്സ് നമുക്ക് കിട്ടി എത്ര? 35 പ്ലസ് വൈ ഈസിക്കൽ ടു 90 അല്ലേ? അപ്പോൾ വൈ എന്ന് കാണണമെങ്കിൽ 90 മൈനസ് 35. അപ്പോൾ വൈ ഈസിക്കൽ ടു 55. മനസ്സിലായോ? അപ്പോൾ വൈയും കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഡൗട്ട് ചിലപ്പോൾ തോന്നിയാൽ ഇവിടെ ഇങ്ങനെ ഇക്വേഷൻ വന്നു കഴിയുമ്പോൾ അത് കൂട്ടാനാണോ കുറയ്ക്കാനാണോ എന്ന ഡൗട്ട് വരികയാണെങ്കിൽ
കേട്ടോ. നമുക്ക് കിട്ടും ആൻസർ കിട്ടും 55 35 കണ്ടോ. 55 എക്സ് എന്ന് പറയുന്ന 55 വൈ എന്ന് പറയുന്ന 35 അല്ലേ. ഇവിടെ നോക്കിക്കേ കണ്ടോ, നമ്മൾ ഏതെങ്കിലും എക്സിനോ ഇവിടെ എക്സിൻ്റെ വില 35 കിട്ടിയെങ്കിൽ അടുത്ത വൈയുടെ വില 55 കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഓക്കെ ആണല്ലോ, ആ ഡൗട്ട് അങ്ങ് മാറി കിട്ടുമല്ലോ. ചിലർക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരും, ഇത് എങ്ങനെയാ കൂട്ടുവാണോ കുറയ്ക്കുവാണോ, അതിന് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? അത് എളുപ്പം ഒരു കുഞ്ഞു കണക്കാ, ഞാൻ അതിനെ നല്ലപോലെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞതാണ്. ആൻസർ ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ആ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് മാറാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ ആണോ നിങ്ങളെ? രണ്ടാമത്തെ ചെയ്യാം. ഇപ്പം തന്നെ 10 മിനിറ്റ് ആയി അല്ലേ. ഞാൻ ഈ 7 കണക്കൂടെ ഒറ്റയടിക്ക് ചെയ്യാനിരുന്നാ. ഇപ്പം തന്നെ 10 മിനിറ്റ് ആയി അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ. നമുക്ക് ഒരു പാർട്ട് കൂടി ഇട്ടാൽ എന്താ അല്ലേ. നോക്കാം. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ്, അപ്പുറത്തെ പേജിൽ എഴുതിയത് കൊണ്ട് ഒരു ഇച്ചിരി ഇതായിട്ടുണ്ട് അല്ലേ, കാണുമ്പോൾ ഒരു ഇത് സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമില്ല കുഞ്ഞുങ്ങളെ. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മാളർ നമ്പർ, ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് ടു. When 5 times the smaller is divided by the larger, the quotient and the remainder are still both 2. ഈ ചോദ്യത്തിനകത്തിൽ എന്തൊക്കെയോ ഇതില്ലേ, വാട്ട് ആർ ദ നമ്പർ. അതായത് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവാത്തൊരു മലയാളം നോക്കിയില്ലേ, 2 സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് 2 സംഖ്യ അതിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ഹരണഫലം എന്ന് വെച്ചാൽ കോഷ്യൻ്റ് ആണ് കേട്ടോ. ശിഷ്ടം എന്ന് വെച്ചാൽ റിമൈൻഡർ ആണ്. അപ്പോൾ ഈ ഒന്ന് കേട്ടിരുന്നോടെ, ശിഷ്ടം 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ കിട്ടി. ഈ ഹരണഫലം ശിഷ്ടം എന്നൊക്കെ വെച്ചാൽ എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ 2 തന്നെ. അങ്ങനെ ആണെങ്കിൽ സംഖ്യ ഏത്? ചോദ്യത്തിൽ വല്ല മനസ്സിലാവുന്നുണ്ടോ? ഒരു ലാർജർ നമ്പർ ഞാൻ പറയുന്നതിന് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ലാർജ് ഏതാ സ്മാൾ ഏതാന്നൊന്നും നമുക്കറിയത്തില്ല. ഉണ്ടോ? വലിയ സംഖ്യ ഏതാ ചെറിയ സംഖ്യ ഏതാന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ആദ്യമേ അതങ്ങ് എഴുതാം. വലിയ സംഖ്യ അല്ലേ, വലിയ സംഖ്യ ബ്രാക്കറ്റിൽ ലാർജർ നമ്പർ, നമുക്കതിനെ എക്സ് എന്ന് കൊടുക്കാം. ലാർജർ നമ്പറിനെ എക്സ് എന്ന് കൊടുക്കാം. കേട്ടെ. ഇനി ചെറിയ സംഖ്യ, ചെറിയത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം ചെറിയ സംഖ്യ അതിനെ നമുക്ക് എന്താ സ്മാളർ നമ്പർ ഏതാണെന്ന് അറിയത്തില്ലേ. നമ്മൾ ഇത്രയും കണക്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചല്ലേ. 2 വില വെച്ച് കൊടുക്കുക, എക്സും വൈ എന്നും വില വെച്ച് കൊടുക്കുക. എന്നാ തീർന്നു? ഇല്ലല്ലോ. ഓക്കെ, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും അപ്പുറത്ത് എഴുതിയതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ട് ഈ പേന ഭയങ്കര ഇതായതുകൊണ്ട് നമുക്കൊരു ഇതുണ്ട്, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ. ഓക്കെ ആണല്ലോ. വലിയ സംഖ്യയെ ലാർജർ നമ്പറിനെ എക്സ് എന്നും ചെറിയ സംഖ്യയെ അതായത് സ്മാളർ നമ്പറിനെ വൈ എന്നും കൊടുത്തു. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ പറയുന്നത് എന്തോന്നറിയോ, വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ, മനസ്സിലായോ? ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മാളർ നമ്പർ, ദ കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. ഞാനൊരു എക്സാമ്പിൾ പറയാം കുഞ്ഞിലെ. ഇവിടെ 10 എന്ന് പറയുന്ന ഒരു നമ്പർ നല്ലപോലെ മനസ്സിലാക്കണേ. ഇതിനെ ഞാൻ ഇപ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തെന്ന് വെച്ചു. എത്ര വെച്ചാൽ 4 വെച്ച്. അപ്പം എത്ര നമുക്കറിയാം, 2 ഡിവൈഡൊക്കെ ചെയ്യാൻ അറിയാവേ. 2 4 8 ശിഷ്ടം 2. മനസ്സിലായോ? ഇതിനകത്തിൽ ഈ ഹരണഫലം ഈ കോഷ്യൻറ്റിന് ക്യൂ എന്ന് എഴുതിയിടാം. കോഷ്യൻറ്റിൻ്റെ മലയാളമാണ് ഹരണഫലം എന്ന് പറയുന്നത് കേട്ടോ. ഹരണഫലം എന്ന് പറയുന്നത് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇനി ഇതിന് എന്താണ്? ഡിവിഡൻഡ് എന്നാണ് കറക്റ്റ് ഇംഗ്ലീഷ്. ഡിവിഡൻഡ് കേട്ടോ, ഡിവിഡൻഡ്. ഇതിനോ ഡിവൈസർ. ഇംഗ്ലീഷ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേരെ കേട്ടോ, ഡിവൈസർ. പിന്നെ ഇതിനെ റിമൈൻഡർ. നമുക്ക് അറിയേണ്ടത് ഈ ഹരണഫലവും റിമൈൻഡർ ശിഷ്ടം, റിമൈൻഡർ അതല്ലെങ്കിൽ ശിഷ്ടം. കണ്ടോ? ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഈ മലയാളമൊക്കെ ഒന്ന് പഠിച്ചാൽ കണക്കെ 2 4 ആണ് 8, ബാലൻസ് 2. ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാം. കോഷ്യൻ്റ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്ന ആൻസർ കോഷ്യൻ്റ് ആണ്. ബാക്കി വരുന്നതിന് റിമൈൻഡർ. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ 10 എന്ന് പറയുന്നതിനെയാണല്ലോ നമ്മളിതെല്ലാം ചെയ്തത്. 10ൻ്റെ പേരെന്താ? ഡിവിഡൻഡ്. ഡിവിഡൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോഷ്യൻറ്റിനെ, അതായത് 2 × 4 8 ഇല്ലേ, 2 4 8 വെച്ച് ചെയ്തുമ്പോൾ ശിഷ്ടം നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. അതായത് കോഷ്യൻറ്റിനെ
ഡിവൈസർ വെച്ച് നമ്മൾ എന്തോ ചെയ്തത് 2, 4, 8 ഇൻറ്റു ചെയ്തത് കേട്ടോ. എന്താണ് കോഷ്യൻറ്റിനെ നമ്മൾ ഡിവൈസർ വെച്ച് ഇൻറ്റു ചെയ്യണം. 2, 4, 8 8ൻ്റെ കൂടി 2 കൂടെ കൂട്ടുമ്പോഴല്ലേ നമുക്ക് 10 കിട്ടൂ. 2 കൂടെ കൂട്ടിയപ്പോൾ കൂട്ടുന്ന ഏതാണ് റിമൈൻഡറാണ് കേട്ടോ. ഇതിൻ്റെയാണ് റിമൈൻഡർ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമ്മളൊക്കെ അറിയാം, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചേരെ. ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടതല്ല കേട്ടോ. ഇനിയുള്ള കണക്കിലൊക്കെ ആയാലും ഇതുപോലത്തെ വേറെ കണക്കൊക്കെ നമുക്ക് തരും പരീക്ഷയ്ക്ക്. മനസ്സിലായോ? ഡിവിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യയാണോ എടുക്കുന്നത് അതാണ് ഡിവിഡൻ്റ്. കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഏതിനെ വെച്ചാണോ നമ്മൾ ചെയ്യുന്നത് അത് ഡിവൈസറാണ്. ലാസ്റ്റിൽ കിട്ടുന്നത് നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമാണ്. അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇപ്പം നമ്മൾ 10നെ വെച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശിഷ്ടം എന്ത് കിട്ടി? 2 കിട്ടി അല്ലേ. കോഷ്യൻ്റ് 2 കിട്ടി. ഡിവൈസർ 4 ഇതൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയാം. എക്സ് എന്ന് വെച്ചാൽ വലിയ സംഖ്യ. എക്സ് എന്ന് പറയുന്നത് ഡിവിഡൻ്റ് ആണല്ലോ ഇവിടുത്തെ എക്സ്. വലിയ സംഖ്യ എന്ന് പറയുന്നത് 10. എക്സ് ഈസ് ഈക്വൽ ടു കേട്ടോ, വലിയ സംഖ്യ എന്ന് പറയുന്നത് 10. എക്സ് ഈസ് ഈക്വൽ ടു കോഷ്യൻ്റ് എത്ര ഇവിടുത്തെ? 2. കോഷ്യൻ്റ് 2 ഇൻറ്റു ഡിവൈസർ എന്ന് പറയുന്നത് ഏതാ? ചെറിയ സംഖ്യ അല്ലേ. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന രീതി വെച്ച് ക്വസ്റ്റ്യനകത്തിൽ 2 സംഖ്യകളിൽ വലുതെന്ന് പറയുന്നത് എക്സ് ആണ്, വലുതിനെ ചെറുത് എന്ന് പറയുന്നത് വൈ ആണ്. വലുതിനെ ചെറുതുകൊണ്ട് കേട്ടോ ഹരിച്ചപ്പോൾ ഹരണഫലം അതായത് കോഷ്യൻ്റ് 2 കേട്ടോ. ഇവിടെ ഒരു സംഖ്യയുണ്ട്, ശിഷ്ടം 2 കിട്ടിയെന്ന്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മാളർ നമ്പർ. കോഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താ? ഇത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ലാർജർ നമ്പറിന് ഒരു പേര് നമ്മൾ എക്സ് എന്നിട്ടു. അതുകൊണ്ട് ക്വസ്റ്റ്യനിലുണ്ട്. വലിയ സംഖ്യയെ എക്സ് എന്ന് കൊടുത്തു, ചെറിയ സംഖ്യയെ വൈ എന്നും പറഞ്ഞു. അപ്പോൾ ലാർജർ നമ്പറിനെ സ്മാളർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യൻ്റ് 2 കിട്ടി, റിമൈൻഡറും 2 കിട്ടി. ഇതുപോലെ ഒരെണ്ണം കിട്ടുമെന്നു. ഇതാണ് നമ്മുടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? വലിയ സംഖ്യ എക്സ് എന്ന് പറയുന്നു ഇല്ലയോ, ഈസ് ഈക്വൽ ടു കോഷ്യൻറ്റിനെ 2 എന്ന് പറയും ഇൻറ്റു ഡിവൈസർ എത്ര ഇവിടെ? ഡിവൈസർ എന്ന് പറയുന്നത് ഏതാ? ഇത്. അപ്പോൾ ഡിവൈസർ വൈ പ്ലസ് റിമൈൻഡർ എത്ര ഇവിടെ? റിമൈൻഡർ ക്വസ്റ്റ്യനിൽ 2. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഏതൊരു ചോദ്യം തന്നാലും ഇക്വേഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇതെങ്ങനെയൊക്കെയാണ് വന്നതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഡിവിഡൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ് ഇവിടെ കേട്ടോ. ഡിവിഡൻ്റ് എക്സ് ആണ്. പിന്നെ ഇത് ഓർത്താൽ മതി. കോഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡിവൈസർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് പഠിക്കണമെന്നതാ. ഡിവൈസർ എന്ന് പറയുന്നത് വൈ ആണ് പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഒരെണ്ണം പോരാല്ലോ, 2 ഇക്വേഷൻ വേണ്ടേ? അപ്പോൾ നമുക്ക് രണ്ടാമത് അവർ പറഞ്ഞത് ചെറുതിൻ്റെ 5 മടങ്ങിനെ, ചെറുത് ഏതായിരുന്നു? വൈ അല്ലേ. ചെറിയ സംഖ്യ ഏതാ? വൈ. അപ്പം ചെറുതിൻ്റെ 5 മടങ്ങ്, അത് ഓർത്തോണേ, 5 മടങ്ങ് ചെറുത്. രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് മാറ്റുക കേട്ടോ. ചെറുതിൻ്റെ 2 മടങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യ കൊണ്ട്, വലിയ സംഖ്യ ഏതാ ഇവിടുത്തെ? എക്സ് കൊണ്ട് ഹരിച്ചപ്പോഴും, വലിയ സംഖ്യ കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക ഇവിടെ കേട്ടോ. ഹരിച്ചപ്പോഴും നമുക്ക് എത്ര കിട്ടിയത്? 2 കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ 2. റിമൈൻഡറും എന്താ? റിമൈൻഡറും 2 വരണം. അതിവിടെ ഉണ്ട്, മനസ്സിലാക്കണേ. ഇതങ്ങ് ഓർത്താൽ മതി. വലിയ സംഖ്യയുടെ ചെറുത് എന്ന് പറയുന്നത് വൈ ആണ്, വലുത് എക്സുമാണ്. ചെറുതിൻ്റെ 5 മടങ്ങ് കേട്ടോ. ചെറുതിൻ്റെ 5 മടങ്ങിനോട്, അതായത് 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും, വലിയ സംഖ്യ ഏതാണ്? എക്സ് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 തന്നെയാണ് എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടും? രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് മാറ്റി. രണ്ടാമത്തെ ഇക്വേഷൻ ആയില്ല, കണ്ട ഡിവിഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇക്വേഷനിലോട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല, ഡിവിഷൻ വന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് മാറ്റണമെങ്കിൽ 5y ഈസ് ഈക്വൽ ടു കേട്ടോ, ഇക്വേഷനിലോട്ട് മാറ്റുവാന്നേ എക്സ് ഈസ് ഈക്വൽ ടു 2 അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാ?
ശിഷ്ടവും ഹരണഫലവും 2 തന്നെയാണ് പറയുന്നത് അല്ലേ? ഹരണഫലവും 2 തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് ഹരണഫലവും 2 തന്നെ. ഇത് ഓർത്താൽ മതി. ഈ ഡിവൈസർ അങ്ങനെയൊക്കെയാ. ഇവിടുത്തെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5y കേട്ടോ. ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5y. കോഷ്യൻ്റ് ഇവിടെ എത്രയാ? കോഷ്യൻ്റ് 2, ഡിവൈസർ എക്സ് പ്ലസ് റിമൈൻഡർ ഇവിടെയും 2. അതൊന്നുകൂടെ പറയണോ? ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 5 മടങ്ങെന്ന് പറഞ്ഞുകൊണ്ടാണ് 5y വന്നത്. 5 വന്നത് 5 മടങ്ങ് ക്വസ്റ്റ്യനിലുണ്ട്. അതാണ് ഡിവിഡൻഡ്. രണ്ടാമത്തെ ആണ് ഈസിക്കൽ ടു ക്വസ്റ്റ്യനിൽ തന്നെ കോഷ്യൻ്റ് 2, ഡിവൈസർ എത്രയാ? ഡിവൈസർ അല്ലേ? ഡിവൈസർ 2x ഇവിടെ എക്സ്, ഈ എക്സ് ഡിവൈസർ എക്സ് പ്ലസ് 2 വന്നത് റിമൈൻഡർ കേട്ടോ. റിമൈൻഡർ 2. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിലോട്ടും മാറ്റാൻ പറ്റും. 2 ഇക്വേഷനായി. ഇത് ഇച്ചിരി സമയമെടുത്ത് സമാധാനത്തെ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷനും കിട്ടി. ഇനിയും ചെയ്തുകൂടായോ? ഏതൊക്കെയാണ്? ഒന്നാമത്തത് എക്സ് ഈസിക്കൽ ടു 2 ഇൻറ്റു എക്സ് എന്ന് 2 ഇൻറ്റു വൈ എന്ന് വെച്ചാൽ 2y പ്ലസ് 2. രണ്ടാമത്തത് 5y ഈസിക്കൽ ടു 2 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 2x പ്ലസ് 2 ഉണ്ടോ? അപ്പോൾ എക്സിൻ്റെ വില ഓൾറെഡി ഉണ്ട് ഇവിടെ. 5y ഉണ്ട്. എക്സിൻ്റെ വില ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തിലോട്ട് അങ്ങ് എഴുതിയാൽ പോരെ. മനസ്സിലായോ? എക്സിൻ്റെ വില നമുക്ക് കിട്ടി. എക്സ് ഈസിക്കൽ ടു 2y പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്തിലോട്ട് ഈ എക്സിൻ്റെ വിലയിട്ട് ചെയ്താൽ പോരെ. അതായത് 5y ഈസിക്കൽ ടു 2x പ്ലസ് 2 ആണെങ്കിൽ 5y ഈസിക്കൽ ടു 2 ഇൻറ്റു എക്സ് ഇതാ കിടക്കുന്നു. ഏതാ? എക്സ് ഇതാണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഏതാ? 2y പ്ലസ് 2 കേട്ടോ. അത് ഓർത്തോണേ. പിന്നെ ഈ പ്ലസ് 2 പ്ലസ് 2 അണ്ട് ഇത് ഈ പ്ലസ് 2 ആണ്. ഇത് എന്തുവാണോ എല്ലാം വരച്ച് വെച്ചേക്കും. നമ്മൾ ഈ ഇക്വേഷനിലോട്ട് എക്സിൻ്റെ വില ഓൾറെഡി കിട്ടി. അപ്പം നമ്മൾ ഈ ഇക്വേഷനിലോട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇത് 5y ഈസിക്കൽ ടു 2x പ്ലസ് 2. അപ്പോൾ 5y ഈസിക്കൽ ടു ഈ 2 ആണ്. ഈ 2 ഈ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എന്നിട്ട് ഈ കിട്ടുന്ന എക്സ് ആണ് കേട്ടോ. ഞാനിങ്ങനെ വരച്ചുകൊണ്ട് ഉണ്ട്. ഈ എക്സ് ആണ് ഇത്. ഇനി അതിൻ്റെ ബാലൻസ് ഏതാ? ഒരു പ്ലസ് 2 ഉണ്ടായിരുന്നു. അതാണിത്. ഇപ്പം മനസ്സിലായി കാണും അല്ലേ? അടുത്ത 5y ഈസിക്കൽ ടു ബ്രാക്കറ്റിൽ ഏത് വന്നാലും എന്ത് ചെയ്യണം? വെളിയിൽ കിടക്കുന്ന ആൾ പോയി കാണണം. 2 ഇൻറ്റു 2y 4y പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 2. 5y ഈസിക്കൽ ടു 4y പ്ലസ് 6. 4y പ്ലസ് 6. അപ്പോൾ എന്ത് ചെയ്യണം? 5y ഈ 4yയും കൂടി ഇങ്ങനെ കൊണ്ടുപോകും. മൈനസ് 4y ഈസിക്കൽ ടു 6. അപ്പം 5yന്ന് ഒരു y അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു y ഈസിക്കൽ ടു 6. വയ്യുടെ വില കിട്ടി. കണ്ടോ? വയ്യുടെ വില കിട്ടിയെങ്കിൽ ഇനി എക്സിൻ്റെ എഴുതിക്കൂടായോ? എക്സ് നമുക്ക് മുമ്പ് കിട്ടിയത് എന്താ? എക്സ് ഈസിക്കൽ ടു 2y പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടി. മുമ്പ് കിട്ടിയത് അതിൻ്റെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 2 ഇൻറ്റു വയ്യുടെ വില കിട്ടി എത്ര? 6. 6 പ്ലസ് 2. എക്സ് ഈസിക്കൽ ടു 2 6 12 പ്ലസ് 2. എക്സ് ഈസിക്കൽ ടു 14. എക്സും കിട്ടി, വൈയും കിട്ടി. സമാധാനത്തെ ഇരുന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. നമ്മളിത് ചാടിക്കയറി ഇതുവരെ, കാരണം ലാസ്റ്റ് ഈ പടത്തിൻ്റെ ലാസ്റ്റ് കണക്കുകളാകുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ ഇത് നിങ്ങൾ ഡിവൈസറും ഡിവിഡൻറ്റും ഒക്കെ നല്ലപോലെ പഠിച്ചിരിക്കണം. അത് പഠിച്ചിട്ട് തന്നെ ഇത് എഴുതാൻ അറിയാമെങ്കിൽ ഇതിൻ്റെ വില വെച്ചാണ്ട്, അതായത് നമ്മുടെ ഈ ചോദ്യത്തിൽ തന്നെ ഇതൊന്ന് നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ 2 സംഖ്യകളിൽ വലുതെന്നുള്ളതിനെ നമ്മൾ എക്സ് എന്ന പേര് കൊടുത്തു. വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെ ഹരിക്കുമ്പോൾ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഹരണഫലം 2 കിട്ടും. ശിഷ്ടം അല്ലെ റിമൈൻഡർ 2 കിട്ടുമെന്ന് മനസ്സിലായോ? അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് അങ്ങ് എഴുതിയാൽ മതിയെന്ന്. അപ്പോൾ നമുക്ക് കിട്ടും. മനസ്സിലാക്കി എഴുതി പഠിക്കണേ. ഓക്കെ, നമുക്കിനി അടുത്ത പാർട്ടിൽ ബാക്കി ചെയ്യാം കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ അങ്ങ് ഒത്തിരിയായി പോകും കേട്ടോ. ഓക്കെ.